ഞങ്ങൾക്കറിയാം ഇസ്ലാം 3 വിഷയം മുന്നോട്ട് വെച്ചതിന്റെ ശേഷമാണ് ഒരു യുദ്ധത്തിലേക്ക് പ്രവേശിക്കാറുള്ളൂ. ഒന്ന്, ഇസ്ലാമിലേക്ക് ദഅവത്ത് ചെയ്യും, ഇസ്ലാമിലേക്ക് ക്ഷണിക്കും. അങ്ങനെ നിങ്ങളുടെ ആളുകൾ ഇവിടെ ചെയ്തിട്ടില്ല. രണ്ടാമത്തേത്, നിങ്ങൾക്ക് അധികാരം കിട്ടിക്കഴിയുമ്പോ ഞങ്ങളോട് ജിസിയ ചോദിക്കും, ഞങ്ങളുടെ കീഴിൽ ടാക്സ് എന്ന് ജീവിക്കാൻ നിങ്ങൾ സന്നദ്ധരാണോ എന്ന്. അതും നിങ്ങളുടെ ആളുകൾ ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. ഇത് രണ്ടും നടന്നില്ലെങ്കിലാണ് യുദ്ധം. അവർ നേരെ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇരച്ചു കയറുകയാണുണ്ടായത്. മഹാനായ ഖാദി ചോദിച്ചു മുസ്ലിമീങ്ങളുടെ നേതാവ് ഖുതൈബത്ത് ബിൻ മുസ്ലിം തങ്ങളോട്, ഇതാണോ സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, അസ്ലഹല്ലാഹുൽ ഖാദി ഇന്നൽ ഹർബ ഖുദ്അ, യുദ്ധം തന്ത്രമാണല്ലോ. വഹാദൽ ബലദ്, ഈ നാട് അൻഖദഹുല്ലാഹ് അലാ ഐദി ജുനൂദിന, നമ്മുടെ സൈന്യത്തിന്റെ കരങ്ങളാൽ ഈ രാജ്യത്തെ അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് അല്ലാഹു കൊണ്ടുവന്നിരിക്കുകയാണ്. വഹദാഹു ഇലാ തുരീഖിൽ ഹഖ് വന്നൂർ, പ്രകാശത്തിന്റെയും സത്യത്തിന്റെയും വഴിയിലേക്ക് ഈ നാടിനെ അല്ലാഹു വഴി നടത്തിയിരിക്കുകയാണ്. ഇനിവിടെ ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് വരുത്തുകയാണോ ജഡ്ജ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് മുസ്ലിമീങ്ങളുടെ നേതാവ് ഖാദി പറഞ്ഞു. വഹൽ ഖയ്യർതും മഹ്ലഹ ബഅദ വാഹിദത്തിൻ മിൻ സലാസ്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന 3 പ്രമാണങ്ങൾ ഇത് നിങ്ങൾ ഈ രാജ്യക്കാരോട് പറഞ്ഞിട്ടുണ്ടോ? ഇവരോട് നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഇസ്ലാം, ജിസിയ അല്ലെങ്കിൽ യുദ്ധം, ഇത് നടന്നിട്ടുണ്ടോ? ലാ യാ അയ്യുഹൽ ഖാദി, ഇത് നടന്നിട്ടില്ല. ആ സമയത്താണ് മുസ്ലിം ചരിത്രത്തിൽ കാണാൻ കഴിയുന്ന, അല്ല ലോക ചരിത്രത്തിൽ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ നീതിയുടെ ഒരു വെർഡിക്റ്റ് ഖാദി പുറപ്പെടുവിക്കുന്നു. ലോക ചരിത്രത്തിൽ സമർഖന്ദിലല്ലാതെ ഇത് കാണാൻ കഴിയില്ല. മുസ്ലിമീങ്ങളുടെ കൂടെയല്ലാതെ ഈ വിധി ന്യായം കാണാൻ കഴിയില്ല. ഖാദി വിധി പറയുന്നത്, ഖദ് ഹകംതു അലാ ജയ്ശിൽ മുസ്ലിമീൻ, മുസ്ലിം സൈന്യത്തോട് ഞാൻ ഉത്തരവിടുകയാണ്, ബിഅൻ യഖ്റുജ മിൻ സമർഖന്ദ് വയുസല്ലിമൽ ബിലാദ ഇലാ അഹ്ലിഹാ, മുസ്ലിമീങ്ങളൊന്നാകെ സമർഖന്ദ് വിട്ടുപോകണം. സമർഖന്ദിന്റെ അധികാരം ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് തന്നെ തിരിച്ചേൽപ്പിക്കണം. എല്ലാവരും തിരിച്ചു പോകണം. എങ്ങനെയുണ്ട്? ഒരു പഞ്ചായത്ത് ജയിച്ചടക്കിയതിന്റെ ശേഷം നിങ്ങളത് കൈയൊഴിയണം എന്ന് പറയുന്ന പോലെ, ഒരു മണ്ഡലം കിട്ടിയതിന്റെ ശേഷം നിങ്ങളത് ഒഴിവായി കൊടുക്കണം എന്ന് പറയുന്നത് പോലെ, അതിന്റെ അപ്പുറത്ത സമർഖന്ദിന്റെ വിഷയം. എന്നിട്ട് അവരോട് ഇസ്ലാമിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കണം, ദഅവത്ത് ചെയ്യണം. അതല്ലെങ്കിൽ ജിസിയ തരുമോ എന്ന് ചോദിക്കണം. ഇതൊന്നുമില്ലെങ്കിലാണ് യുദ്ധമെടുക്കാൻ പാടുള്ളൂ. അത് അല്ലാതെ നിയമപരമായ ഇസ്ലാമിന്റെ ഈ നിയമങ്ങൾ പാലിക്കാതെ കടന്നു വന്നതിന്റെ പേരിൽ സമർഖന്ദ് കയ്യിൽ കിട്ടിയതിന്റെ ശേഷം അതിന്റെ ആളുകൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന നിയമം ഖാദിയുടെ വിധി വന്നു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖാദിയാണ് ഈ വിധി പറയുന്നത്. മുസ്ലിമീങ്ങൾ ഒന്നാകെ സമർഖന്ദിൽ നിന്ന് പടിയിറങ്ങുകയാണ്. അപമാനത്തോടുകൂടെ പുറത്തിറങ്ങി സമർഖന്ദിന്റെ ഭരണാധികാരം ക്രിസ്ത്യാനികളെ തന്നെ തിരിച്ചേൽപ്പിച്ച് പുറത്തു വരുമ്പോ സമർഖന്ദുകാർ അന്താളിച്ചു നിന്നുപോയി. അവർ പറഞ്ഞു, ഇങ്ങനെയാണോ ഇസ്ലാം? ഇതാണോ ഇസ്ലാമിന്റെ നീതിബോധം? ഇങ്ങനെയാണെങ്കിൽ ഖുതൈബത്ത് ബിൻ മുസ്ലിം, നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള സൈന്യവും നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഫഇന്നാ നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വനശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആകാശ ലോകത്തിൽ നിന്ന് വരുന്ന വഹീന് നിങ്ങൾ ഇങ്ങനെ കീഴ്പ്പെടുന്നവരാണെങ്കിൽ, നിങ്ങളുടെ മുത്തുനബിയുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ ഖലീഫയെയും നിങ്ങൾ ഇങ്ങനെ അനുസരിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ നീതിയുണ്ടാവുക ദൈവദത്തമായ ദിവ്യമായ വെളിപാടുകൾക്ക് മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിം ആവട്ടെ. സമർഖന്ദുകാർ മുഴുവനും അവിടുത്തെ മെയിൻ പാട്രിയാർക്കീസ് ആദ്യം ചൊല്ലി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. 10,000-ങ്ങളല്ല, ലക്ഷക്കണക്കിന് ആളുകളാണ് സമർഖന്ദിൽ ഒരു ദിവസം കലിമ ചൊല്ലിയത്. എന്നിട്ട് അവർ പറഞ്ഞു, ഇനി ഞങ്ങളുടെ നാട്ടിലേക്ക് വരൂ. യുദ്ധം ചെയ്യാൻ വരുന്ന യോദ്ധാക്കളായിട്ടല്ല, ഞങ്ങളുടെ സഹോദരന്മാരായിട്ട് നിങ്ങൾ തന്നെ ഭരണം നടത്തിക്കോളൂ. ഞങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളാണ്. ഇസ്ലാമിൽ ഇങ്ങനെ ഒരു നീതിയുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരികയാണ്. സമർഖന്ദിന്റെ ചരിത്രത്തിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. അധികാരം ലഭിച്ചതിന്റെ ശേഷവും തങ്ങൾക്ക് ലഭിച്ച അധികാരം നീതിയുക്തമാണോ അല്ലയോ? തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ന്യായമാണോ അന്യായമാണോ? അതിന് ന്യായത്തിനൊപ്പം വിധി പറഞ്ഞു മുസ്ലിമിന്റെ ഖാദി. ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം
അള്ളാഹു നിങ്ങൾക്ക് വാക്ക് തന്നിരിക്കുന്നു, അള്ളാഹു നിങ്ങൾക്ക് കരാറേൽപ്പിച്ചിരിക്കുന്നു, അള്ളാഹു നിങ്ങൾക്ക് ഇതാ പ്രോമിസ് ചെയ്യുന്നു. ആരോട്? അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ സത്യവിശ്വാസം കൈകൊണ്ടവർക്കും, വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മം ചെയ്തവർക്കും അള്ളാഹു എന്ത് ചെയ്യുമെന്നാണ്? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി, ഭൂമിയിൽ അള്ളാഹു അവരുടെ കൈകളിൽ അധികാരം കൊടുക്കും. അവരുടെ മുൻഗാമികൾക്ക് അല്ലാഹു ഏൽപ്പിച്ച പോലെ നിങ്ങളുടെ കയ്യിലേക്ക് അല്ലാഹു ഖിലാഫത്ത് ഏൽപ്പിക്കുക തന്നെ ചെയ്യും. അല്ലാഹു അവർക്ക് തൃപ്തിപ്പെട്ടു കൊടുത്ത പരിശുദ്ധമായ ഇസ്ലാം, അതനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ചുറ്റുപാടുകൾ അല്ലാഹു നിങ്ങൾക്ക് തരും. ഇസ്ലാമിന് പ്രയാസകരമല്ലാത്തത്, ഒരു മുസ്ലിമിന് പ്രയാസമില്ലാതെ മുസ്ലിമിന്റെ ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ചുറ്റുപാടുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചവർക്കും സൽക്കർമ്മം ചെയ്യുന്നവർക്കും അധികാരവും ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യവും ഞാൻ ചെയ്തു കൊടുക്കും. അള്ളാഹുവിന്റെ കരാറാണ്. അത് മാത്രമോ, വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, പേടിയുണ്ടായതിന്റെ ശേഷം, ഭയപ്പാടോടുകൂടെ ജീവിച്ചതിന്റെ ശേഷം ഇനി അങ്ങോട്ട് പേടിയില്ലാതെ നിർഭയമായി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യവും നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് എന്റെ വാക്ക്. അല്ലാഹു സൂറത്തുൻ നൂറിലാണ് പറയുന്നത്, 55-ാമത്തെ ആയത്ത്. എന്താണ് അള്ളാഹുവിന്റെ കണ്ടീഷൻ എന്നറിയുമോ? വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്. ഇസ്ലാമിന് വളക്കൂറുള്ള രീതിയിൽ, ഇസ്ലാമിന് പ്രയാസമില്ലാത്ത രീതിയിൽ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം, അധികാരവും മുസ്ലിമിന് വേണമെങ്കിൽ 2 വിഷയങ്ങളാണ് പാലിക്കേണ്ടത്. അല്ലദീന ആമനൂ, നിങ്ങളുടെ മനസ്സിനുള്ളിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസമുണ്ടോ? അള്ളാഹുവിലാണോ വിശ്വാസം? വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇത് രണ്ടുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതൊക്കെ ഏൽപ്പിച്ചു തരാം. അള്ളാഹുവിന്റെ കരാറാണ്. ഈമാനും സൽക്കർമ്മങ്ങളും ഉണ്ടെങ്കിൽ, യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, അവിശ്വാസത്തിലേക്ക് പോവാതെ, ബഹുദൈവ ആരാധനയിലേക്ക് പോവാതെ, സ്രഷ്ടാവായ അള്ളാഹുവിനെ, ഏകനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹത്തിന് അള്ളാഹു അവർക്ക് ഇവിടെ സാഹചര്യങ്ങൾ കൊടുക്കും, ഇവിടെ പ്രയാസങ്ങൾ വരില്ല. വമൻ കഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. അധികാരം കയ്യിൽ കിട്ടിയതിന്റെ ശേഷം അവിശ്വാസത്തിലേക്ക് ആരെങ്കിലും പോവുകയാണെങ്കിൽ, ഈമാൻ കിട്ടിയതിന്റെ ശേഷം അവിശ്വാസത്തിലേക്ക്, കുഫറിലേക്ക് പോവുകയാണെങ്കിൽ, ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ ഏറ്റവും വലിയ തമ്മാടിത്തമാണ് ചെയ്യുന്നത്. ഞാൻ കരാറ് ചെയ്യുന്നത് ഈമാനുള്ളവർക്കും സത്യവിശ്വാസമുള്ളവർക്കുമാണ്. എന്തൊക്കെയാണ്? അധികാരം ഞാൻ നൽകാം, നിങ്ങളുടെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം തരാം, നിങ്ങൾക്ക് പേടിയില്ലാതെ കിടന്നുറങ്ങാനുള്ള സാഹചര്യം ഞാൻ തരാം. അള്ളാഹുവിന്റെ കരാർ. മുസ്ലിമാവണമെന്ന് മാത്രം. പരിശുദ്ധമായ ഷാമിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടന്നു പോകുന്നു. ഷാമിലേക്ക്, ഖുദ്സിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഖുദ്സുകാർ അവിടുത്തെ പാട്രിയാർക്കീസ് ഉമർ എന്നവരെ വിളിച്ചതാണ്. അമീറുൽ മുഅ്മിനീൻ, ഖുദ്സിന്റെ ഭരണാധികാരം നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിച്ചു തരാം. അങ്ങോട്ട് ചെല്ലുമ്പോ ഖുദ്സിന്റെ മുറ്റത്ത് ചെറിയൊരു പുഴയുണ്ടായിരുന്നൊരു നദിയുണ്ട്. ആ നദിയിലൂടെ കാൽ കടന്നു വേണം, ചവിട്ടി വേണം അക്കരെത്താൻ. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെളിയിലൂടെ നടന്ന് ആ കാലൊന്നു പോലും കഴുകി വൃത്തിയാക്കാൻ നേരമില്ലാതെ തന്നെ കാത്തിരിക്കുന്ന ആ ബാലവൃദ്ധം ജനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോ ഖലീഫത്തുൽ മുസ്ലിമീനോട് കൂടെയുള്ളവർ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, വസ്ത്രമൊന്ന് മാറിക്കൂടെ, വസ്ത്രമൊന്ന് മാറ്റിക്കൂടെ, ഒന്ന് വൃത്തിയായി നല്ല സുമുഖനായിട്ട് ചെന്നുകൂടെ? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, അല്ലാഹുവിന്റെ ദീൻ അതനുസരിച്ച് ജീവിച്ചതിന്റെ പേരിലാണ് ഈ സമൂഹം നമ്മെ വിളിച്ചു വരുത്തിയത്. നമ്മൾ ഖുദ്സിന്റെ അധികാരം ചോദിച്ചു ചെന്നതല്ല, അവരായിട്ട് ഇസ്ലാമിനെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞതാണ്. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം ഫമൻ ഇബ്തഗൽ ഇസ്സത ഫീ ഗൈരിഹി അദല്ലഹു അല്ലാഹ് ഫമൻ ഇബ്തഗൽ ഇസ്സത ഫീ ഗൈരിഹി അദല്ലഹു അല്ലാഹ്. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. നമ്മൾ മുസ്ലിമീങ്ങൾ, നമുക്ക് അല്ലാഹു തആല ഇസ്സത്ത് തന്നത് മുസ്ലിമീങ്ങളായി ജീവിക്കുമ്പോഴാണ്, മുസ്ലിമായപ്പോഴാണ് അല്ലാഹു നമുക്ക് ഇസ്സത്ത് തന്നത്. ഫമൻ ഇബ്തഗൽ ഇസ്സത ഫീ ഗൈരിഹി അദല്ലഹു അല്ലാഹ്. ഇസ്ലാം അല്ലാത്തതിൽ എങ്ങാനും അഭിമാനം കൊള്ളണമെന്ന് നിങ്ങൾക്ക് ചിന്ത വന്നാൽ, ഇസ്ലാമിന്റെ സംസ്കാരം മാറ്റിവെക്കുന്നിടത്താണ് അഭിമാനമെന്ന് തോന്നിയാൽ,
ഇസ്ലാമിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തിയിട്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നി തുടങ്ങിയാൽ, അള്ളാഹുവിന്റെ നിയമം മാറ്റിവെച്ചാലാണ് നമുക്ക് അഭിമാനം കിട്ടൂ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, അതല്ലഹുല്ലാ, ആ സമൂഹത്തെ അള്ളാഹു നാണം കെടുത്തുമെന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിം ഉമ്മത്തിന് എക്കാലത്തേക്കുമുള്ളൊരു താക്കീതാണത്. നമ്മൾ അള്ളാഹു നമ്മെ സംരക്ഷിക്കുന്നത് നമ്മൾ 1 നമ്പർ മുസ്ലിമീങ്ങളാകുമ്പോഴാണ്. അള്ളാഹു നമുക്ക് വാക്കിടുന്ന അധികാരവും സംരക്ഷണവും ദീനനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യവും ഈമാനും സൽക്കർമ്മവും കൂടെ നിൽക്കുമ്പോഴാണ്. അങ്ങനെ അള്ളാഹു ഈ ഉമ്മത്തിന് യശസ്സുള്ള അഭിമാനമുള്ള നിലനിൽപ്പ് എല്ലാ കാലങ്ങളിലും അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, നമ്മുടെ പ്രവർത്തകന്മാർ നമ്മുടെ ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സദഖ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് നോക്കിയിട്ട് വരുന്നുണ്ട്. ആ ടെസ്റ്റിൽ നിങ്ങളൊക്കെ ജയിക്കണം. എന്ത് ചെയ്യാ, കഴിവിന്റെ പരമാവധി നിങ്ങൾ ആ വിഷയത്തെ സഹായിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ജൂതനുമായി ചെറിയൊരു ഡിസ്പ്യൂട്ട് നടക്കുന്നു. ആരാണ് അലി റളിയല്ലാഹു അൻഹു? അമീറുൽ മുഅ്മിനീനാണ്, മുസ്ലിമീങ്ങളുടെ 4ാമത്തെ ഭരണാധികാരിയാണ്, ഖലീഫയാണ്, മുസ്ലിമീങ്ങളുടെ ഖലീഫയാണ് അലി റളിയല്ലാഹു അൻഹു. പക്ഷേ മുസ്ലിമീങ്ങളുടെ ഖലീഫക്കും ഒരു ജൂതനായ ഒരു സിവിലിയൻ, സാധാരണക്കാരൻ, അവരും തമ്മിൽ ഒരു ചെറിയ ഡിസ്പ്യൂട്ട് ഉണ്ടായപ്പോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ വിഷയത്തിൽ സംഭവിച്ചത് തന്റെ ഒരു പടയങ്കി നഷ്ടപ്പെട്ടതാണ്. സുഫീനിലേക്ക് പോകുമ്പോ, സുഫീൻ യുദ്ധത്തിന് പോകുമ്പോ തന്റെ ഒരു പടയങ്കി നഷ്ടപ്പെട്ടു അലി റളിയല്ലാഹു അൻഹുവിന്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ആ പടയങ്കി കണ്ടത് ഒരു ജൂതന്റെ കയ്യിലാണ്. ജൂതൻ മദീനയിലാണുള്ളത്. ജൂതനോട് പറഞ്ഞു, നിങ്ങൾ ധരിക്കുന്ന ആ പടയങ്കി, ആ ഒരു ആമർ, അത് എന്റേതാണ്. ലം അബ്യ വലം അഹബ്, ഞാൻ ഒരാൾക്കും അത് വിറ്റിട്ടില്ല, ഞാൻ ഒരാൾക്കും അത് വെറുതെ കൊടുത്തിട്ടില്ല, അത് എന്റേതാണ്. നിങ്ങളുടെ കയ്യിൽ എങ്ങനെ വന്നു? ജൂതൻ അത് തട്ടിയെടുത്തതായിരുന്നു. ജൂതൻ പറഞ്ഞു, ഇത് എന്റെ പടയങ്കിയാണ്, ഇത് എന്റെ കയ്യിലാണ്, അതെന്നെ തെളിവ്. എന്റെ കയ്യിൽ ഇത് നിൽക്കുന്നു എന്നത് തന്നെയാ ഇത് എന്റേതാണെന്നതിന്റെ തെളിവ്. ആര് പറഞ്ഞു? ജൂതൻ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് ഖാദിയുടെ അടുത്തേക്ക് പോകാം. ആരാണ് ഖാദി? മഹാനായ ശുറൈഹ് റളിയല്ലാഹു അൻഹു ആണ്. ശുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവും ജൂതനും ശുറൈഹ് റളിയല്ലാഹു അൻഹുവിന്റെ അരികത്തേക്ക് വന്നിരിക്കുന്നു. ശുറൈഹ് എന്നവർ പറഞ്ഞു, ലൗലാ അന്ന ഖസ്മി യഹൂദി ലസ്തവൈതു മഅഹു ഫിൽ മജ്ലിസ് വലാകിന്നി സമിഅതു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അസ്ഗിറുഹും മിൻ ഹൈതു അസ്ഗറഹുമുല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു ശുറൈഹ് എന്നവരുടെ അരികത്തേക്ക് വന്നിരിക്കുന്നു. തന്റെ പ്രതിയായ, തന്റെ എതിർകക്ഷിയായ ജൂതനപ്പുറത്തിരിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു ശുറൈഹുൽ ഖാദിയുടെ അരികത്തേക്ക് വന്നിരുന്നിട്ട് പറഞ്ഞു, ശുറൈഹേ, എന്റെ അപ്പുറത്തുള്ളത് ജൂതനാണല്ലോ. അല്ലായിരുന്നുവെങ്കിൽ ജൂതന്മാർ മുസ്ലിമീങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചവരാണല്ലോ, മുസ്ലിമീങ്ങൾക്കെതിരെ ഒരുപാട് വഞ്ചന നടത്തിയവരാണല്ലോ. അതുകൊണ്ട് എനിക്ക് അയാളുടെ കൂടെ ഇരിക്കാൻ വിഷമമുണ്ട്. അല്ലായിരുന്നുവെങ്കിൽ ഞാൻ അയാളുടെ കൂടെ പോയി ഇരുന്നേനെ. മുസ്ലിമീങ്ങളുടെ ഭരണാധികാരി, മുസ്ലിമീങ്ങളുടെ അമീർ, 4ാമത്തെ ഖലീഫയായിരുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ പദയാപ്പിളയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ശുറൈഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽ യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ പറഞ്ഞോളൂ, എന്താണ് വിഷയം? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു തുടങ്ങി, ഈ യുദ്ധത്തിന് ധരിക്കുന്ന കുപ്പായം, ഇരുമ്പിന്റെ കുപ്പായം, ഈ ഒരു പടയങ്കി, ഇത് എന്റേതാണ്. ഇത് ഞാൻ ആർക്കും വിറ്റിട്ടില്ല, ഞാൻ ആർക്കും വെറുതെ കൊടുത്തിട്ടുമില്ല. ഈ ജൂതൻ ഇത് കൈവശം വെച്ചിരിക്കുന്നു, എനിക്കത് തിരിച്ചു കിട്ടണം. ആരായി പരാതി പറയുന്നത്? അമീറുൽ മുഅ്മിനീൻ. തന്റെ പോലീസുകാരോട് പറഞ്ഞ് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നുകൂടെ? പറ്റില്ല. അധികാരം കയ്യിലുണ്ടാകുമ്പോ അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരിക്ക് അല്ലാഹു നാളെ അർശിന്റെ തണൽ കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കിട്ടണം, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അലി റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ടവർ തന്റെ വാദം പറഞ്ഞു, ഞാനാണ് വാദി, ഞാൻ വാദിക്കട്ടെ, ഇത് എന്റേതാണ്. ഇയാളിൽ നിന്ന് തട്ടിപ്പറിച്ചിരിക്കുകയാണ്. ജൂതൻ പറഞ്ഞു, ഇത് എന്റേതാണ്, തെളിവ് എന്റെ കയ്യിലാണ് ഇതുള്ളത്, ഇതിനപ്പുറം തെളിവ് വേണം. ശുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലക ബയ്യിന യാ അമീറൽ മുഅ്മിനീൻ, മുസ്ലിമീങ്ങളുടെ ഖലീഫയെ, നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? നിങ്ങളുടേതാണെന്ന് പറയാൻ വല്ല തെളിവുമുണ്ടോ?
ഉണ്ട്. ഖൻബറു വൽ ഹസനു യശ്ഹദാൻ എന്റെ സന്തത സഹചാരിയും എന്റെ കൂടപ്പിറപ്പുമായ ഖൻബറുണ്ട്. പിന്നെ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഹസൻ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയല്ലേ. രണ്ടുപേരും എനിക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും. അവർക്കറിയാം ഇത് എന്റേതാണെന്ന്. ശുറൈഹ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താണെന്ന് നോക്കണം. കോടതികൾ അനീതി ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഇസ്ലാമിന്റെ കോടതി നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോഴ കൊടുത്തിട്ടും അല്ലാതെയും കോടതികളെ സ്വാധീനിക്കാൻ കഴിയുന്ന കാലത്ത് നന്മ തേടി ആക്രമിക്കപ്പെട്ടവനെ സമീപിക്കാനുള്ള നീതിയുടെ സങ്കേതത്തിൽ പോലും അനീതി നടക്കുമ്പോൾ എവിടെയാണ് മനുഷ്യൻ ഓടിച്ചെല്ലേണ്ടത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പടയങ്കി എന്റേതാണെന്നതിന്റെ തെളിവ് ഖൻബറും എന്റെ മോൻ ഹസനുമാണ് തെളിവ്. ഖാദിയുടെ മറുപടി വന്നു, ഷഹാദത്തുൽ ഇബ്നി ലാ തജൂസു ലിൽ അബ്. ബാപ്പാക്ക് വേണ്ടി സാക്ഷി പറയാൻ മക്കൾ പറ്റില്ല, മറ്റൊരാൾ വേണം. ഹസൻ എന്നവർ നിങ്ങളുടെ മോനല്ലേ, ആ മോൻ ബാപ്പാക്ക് അനുകൂലമായി സാക്ഷി പറയാൻ പറ്റില്ല, വേറെ ആരെങ്കിലും കൊണ്ടുവരാനുണ്ടോ? അലി റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടുകൂടെ ചോദിച്ചു, റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ലാ തജൂസു ഷഹാദത്തു, എന്റെ ഹസന്റെ ഷഹാദത്ത് വേണ്ട എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? ഫഇന്നി സമിഅതു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, മുത്തനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, അൽ ഹസനു വൽ ഹുസൈനു സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗീയ യുവാക്കളുടെ നേതാക്കന്മാരാണ് ഹസനും ഹുസൈനും എന്ന് മുത്തനബി പറയുന്നത് എന്റെ ഈ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. എന്റെ ഹസനും എന്റെ ഹുസൈനും സ്വർഗത്തിലേക്ക് വരുന്ന യുവാക്കളുടെ അവിടുത്തെ നേതാക്കന്മാരല്ലേ. അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ സാക്ഷി പറഞ്ഞാൽ മുസ്ലിമായ ഖാദിയെ ശുറൈഹേ, മുസ്ലിമായ എനിക്ക് നിങ്ങൾ മുസ്ലിമാണ്, ഹസൻ മുസ്ലിമാൻ, ഇത് ഇസ്ലാമിന്റെ ഭരണകൂടമാണ്, എന്നിട്ട് എന്റെ ഹസന്റെ സാക്ഷി പറയൽ നിങ്ങൾക്ക് സ്വീകാര്യമല്ലെന്നോ? ശുറൈഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലി എന്നവരെ, നിങ്ങളുടെ പൊന്നുമോൻ സ്വർഗവാസിയാണെന്ന് എനിക്കറിയാം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നെ. പക്ഷേ ബാപ്പാക്ക് വേണ്ടി മക്കൾ സാക്ഷി പറയാൻ പാടില്ലല്ലോ. ബാപ്പാക്ക് അനുകൂലമായി സാക്ഷി പറയാൻ മക്കളെ നിർത്തിയിട്ട് കാര്യമില്ല, മറ്റൊരാൾ വേണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശുറൈഹ് എന്നവരെ, എങ്കിൽ എനിക്ക് ഒരു സാക്ഷിയേ ഉള്ളൂ, ഒരു സാക്ഷി കൊണ്ട് വിഷയം തെളിയിക്കപ്പെടാനും സാധ്യമല്ല. അതുകൊണ്ട് ഈ പടയങ്കി ജൂതന്റേതാണെന്ന് ഞാൻ വിധി പറയുകയാണെന്ന് അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹുവിനെതിരായി ജൂതൻ അനുകൂലമായി വിധി പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക ഭരണകൂടം. ശുറൈഹുൽ ഖാദി റളിയല്ലാഹു തആല അൻഹു ആ പടയങ്കിയും കയ്യിൽ പിടിച്ച് കോടതിയുടെ വരാന്തയിൽ പുറത്തിറങ്ങിയപ്പോഴാ ജൂതൻ പറഞ്ഞത്, അലിയെ അമീറുൽ മുഅ്മിനീൻ എന്ന് ഞാനൊന്ന് വിളിച്ചോട്ടെ, കാരണം ഞാൻ പറയുന്നു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇങ്ങനെയാണോ ഇസ്ലാം? ഇതാണോ ഇസ്ലാമിന്റെ നീതി? ഇങ്ങനെയാണോ? ഞാൻ ജൂതൻ, ഇത് എന്റേതല്ല, ഞാൻ മൂർച്ഛിച്ചെടുത്തതാണ്. നിങ്ങൾക്കെതിരെ ഒന്ന് വാദിച്ച് ജയിക്കാൻ എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സത്യം സത്യമായി മനസ്സിലാക്കി, സത്യം സത്യമായി ബോധ്യപ്പെടുത്തി, ന്യായം ന്യായമായി വിധി പറഞ്ഞ നിങ്ങളുടെ ഖാദിയും അത് സ്വീകരിച്ച് നിങ്ങളുടെ വിശാല മനസ്കതയും കാണുമ്പോ, ഈ ദീൻ മനുഷ്യനുണ്ടാക്കിയതല്ല, ഈ പ്രസ്ഥാനം മനുഷ്യന്റെ നിയമാവലികളല്ല, ഇത് ഏഴാകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് ഖലീൽ മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വർഷങ്ങൾക്കപ്പുറം തൗറാത്ത് നൽകിയ അല്ലാഹു തന്നെയാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് ഞാൻ സാക്ഷി പറയുന്നു എന്ന് കോടതി മുറ്റത്ത് വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി അലി റളിയല്ലാഹു അൻഹുവിനെ പടയങ്കി ഏൽപ്പിച്ചു പോയ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിലേ കാണാൻ കഴിയൂ. അധികാരമുണ്ടാകുമ്പോഴും അധികാരം ഏൽപ്പിക്കപ്പെടുമ്പോഴും നീതിയുക്തമായി കാര്യങ്ങൾ ചെയ്യുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും മറ്റൊരു ജൂതനും തമ്മിൽ വിഷയം നടക്കുന്നത്, ഒരു സംഭവം നടന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തുണ്ട്. അന്ന് അമീറുൽ മുഅ്മിനീൻ ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു വന്നിരിക്കുകയാണ്. വിഷയം മറ്റൊരു ജൂതനുമായുള്ള ഒരു വിഷയമാണ്. ഇജ്ലിസ് യാ അബൽ ഹസൻ ഇലാ ജിവാരി ഖസ്മിക, അലിയെ എന്ന് വിളിക്കേണ്ടിടത്ത് സ്നേഹത്തോടെ വിളിച്ചു. ഇജ്ലിസ് യാ അബൽ ഹസൻ, ഹസൻ എന്നവരുടെ വാപ്പയെ. ഹസൻ എന്നവര് മോനാണ്. ഹസൻ എന്നവരുടെ വാപ്പ അബുൽ ഹസൻ. യാ അബൽ ഹസൻ ഇജ്ലിസ്, ഇജ്ലിസ് യാ അബൽ ഹസൻ ഇലാ ജിവാരി ഖസ്മിക്. അതങ്ങനെയാ, ആരാണോ വാദിയും പ്രതിയും അവർ രണ്ടുപേരും ഒരുമിച്ചായിരിക്കേണ്ടത്. വാദിയും പ്രതിയും ഒരുമിച്ചിരിക്കാൻ. കാരണം പരസ്പരമുള്ള തർക്കമോ വിദ്വേഷമോ വൈരാഗ്യത്തിലേക്ക് പോകരുത് എന്നാണ്. അവർ തമ്മിലുള്ള ശാസ്ത്രവത്തിലേക്ക് അഭിപ്രായ വ്യത്യാസങ്ങളാണ്, പക്ഷെ അതൊരു ശത്രുത വേണ്ട, ഒരുമിച്ചിരിക്കും.
ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ ഒരു കമാൻഡ് ചെയ്തപ്പോ അലി റളിയല്ലാഹു അൻഹുവിനെ തിരസ്കരിക്കാൻ പറ്റിയില്ല. രണ്ടുപേരും ഒരുമിച്ചിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് എന്തോ ഒരു വിമിഷ്ടമുണ്ട്, എന്തോ ഒരു വിഷമമുണ്ട്. വിധിന്യായം പറഞ്ഞു കഴിഞ്ഞപ്പോ അമീറുൽ മുഅ്മിനീൻ അന്നത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലിയെ, നിങ്ങളുടെ മുഖത്ത് എന്താണ് വല്ലാത്തൊരു വിഷമം തോന്നിയത്? നിങ്ങളോട് ഞാൻ ആ ജൂതന്റെ കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് വിഷമം തോന്നിയോ? ആര് ചോദിച്ചു? ഭരണാധികാരി ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ ആ വിധി പറയുന്നത്, അലിയെ ജൂതന്റെ കൂടെ ഇരിക്കിൻ, ഇജ്ലിസ് യാ അബൽ ഹസൻ, ഇജ്ലിസ് യാ അലി എന്ന് പറയാതെ എന്ത് പറഞ്ഞു? ഇജ്ലിസ് യാ അബൽ ഹസൻ. സ്ഥാനപ്പേര് വിളിക്കുന്നത് ഒരു ബഹുമാന സൂചകമാണ്. സ്നേഹം തോന്നുമ്പോൾ അങ്ങനെ വിളിക്കുക. അറബികളൊക്കെ അറിയില്ലേ, ഒരു മൂത്ത മോനുണ്ടെങ്കിൽ അവരുടെ പേരില്ല, നിങ്ങൾക്ക് ഉമർ എന്ന മോനുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് അബൂ ഉമർ, അങ്ങനെ വിളിക്കുള്ളൂ. ഉമറിന്റെ വാപ്പ സ്നേഹത്തോടെ വിളിക്കലാണ്. യാ അബൽ ഹസൻ ഇജ്ലിസ് ഇലാ ജിവാരി ഖസ്മിക എന്ന് പറഞ്ഞ് വിധി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമം. ഉമർ തങ്ങൾ ചോദിച്ചു, അലിയെ, ഈ ജൂതന്റെ കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണോ നിങ്ങൾക്ക് ഈ വിഷമം തോന്നിയത്? ലാ യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, അതല്ല എനിക്ക് വിഷമമുണ്ടാക്കിയത്. വഇന്നമാ അസഅത, നിങ്ങൾ ചെയ്ത ഒരു തെറ്റെന്താണെന്നറിയുമോ? എന്റെ പേര് വിളിച്ചത് അബുൽ ഹസൻ എന്നല്ലേ, ഹസന്റെ വാപ്പ എന്നല്ലേ. വഫീ ഹാദാ ഇക്ബാറുൻ ലി അമാമ ഖസ്മി, അങ്ങനെ വിളിച്ചാൽ എന്റെ മറുകക്ഷിയുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ എന്നെ ബഹുമാനിച്ചാൽ എന്റെ അപ്പുറത്ത് നിൽക്കുന്ന ജൂതന്റെ മനസ്സിൽ തോന്നൽ വരുമല്ലോ, മുസ്ലിമീങ്ങൾ നീതി ചെയ്യാതിരിക്കുമോ? ഇങ്ങനെ അമീറുൽ മുഅ്മിനീൻ തന്റെ ജാതിയിൽപ്പെട്ട ആളെ, തന്റെ മതവിശ്വാസത്തിൽപ്പെട്ട ആളെ ബഹുമാന സൂചകമായി വിളിക്കുകയും മറ്റേ ആളെ പേര് തന്നെ വിളിക്കുകയും ചെയ്യുമ്പോൾ ആ ജൂതന് തോന്നിപ്പോകുമോ ഇസ്ലാമിൽ നീതി കിട്ടുകയില്ലേ എന്ന് തോന്നിപ്പോകുമോ എന്ന് ഞാൻ പേടിച്ചു എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അത്രക്ക് സൂക്ഷ്മത. പേര് വിളിക്കുമ്പോ നിങ്ങൾ എന്നെ ഇങ്ങനെ ബഹുമാനിച്ചാലേ ഇയാൾക്ക് തോന്നില്ലേ മുസ്ലിമീങ്ങൾ അവർ തമ്മിലാവും, അയാൾക്ക് അനുകൂലമാകും വിധി പറയാ എന്നൊരു തോന്നൽ, എനിക്ക് വിധി കിട്ടില്ലേ, ഇയാളും ജഡ്ജും പരിചയക്കാരാണല്ലേ എന്നൊക്കെയുള്ളൊരു തോന്നൽ ഈ അവിശ്വാസിക്ക് വരുമോ എന്ന ഒരു വിഷമം എന്റെ മനസ്സിലുണ്ടായിരുന്നു ഉമറേ. ഇനി വല്ല വിഷമവും വരുമ്പോ, നിങ്ങളുടെ മുമ്പിലേക്ക് പ്രശ്നവുമായി വരുമ്പോ നിങ്ങൾ എന്റെ ഓമന പേര് വിളിക്കരുത്, എന്നെ അലി എന്ന് വിളിച്ചാൽ മതി. ആര് പറയാ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഈ മനോഹരമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ, ഇസ്ലാമിന്റെ ഈ നീതിബോധം, ഇസ്ലാമിന്റെ ഭരണാധികാരികളുടെ ഭരണകർത്താക്കളുടെ മനസ്സിനുള്ളിലെ ഈ വിശാലത, ലോക മുസ്ലിം മാത്രമല്ല ഭരണാധികാരികൾ മുഴുവനും അധികാരം ആരുടെയൊക്കെ കൈകളിലുണ്ടോ അവരറിയണം, നീതിയിൽ നിക്ഷിപ്തമായിരിക്കണം ഭരണാധികാരം. അള്ളാഹുവിന് വേണ്ടി, അവന്റെ പ്രജകൾക്ക് വേണ്ടി, അള്ളാഹുവിന്റെ പ്രജകൾക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ആശ്രിതർക്ക് വേണ്ടി നീതി ചെയ്യുന്നവരാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അധികാരം ഏറ്റെടുക്കുമ്പോൾ പറഞ്ഞ ചില വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. സത്യപ്രതിജ്ഞ ചെയ്യും അല്ലേ, ഗവർണറുടെ മുമ്പിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അത് ചെയ്യുന്ന നേരത്തെ ഓർമ്മ ഉണ്ടാകും, ഇറങ്ങിപ്പോന്ന മറക്കും ചെയ്യും, പിന്നെ തോന്നിയതുപോലെ ചെയ്യാം. അവിടെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മാതൃക കാണേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പ്രതിജ്ഞ ചൊല്ലുന്നുണ്ട്. എന്താണെന്നറിയോ? അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നി ഖദ് ഉല്ലീതു അലൈക്കും വലസ്തു ബിഖൈരിക്കും, നിങ്ങളിൽ എന്നെ അധികാരം ഏൽപ്പിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളിൽ ഖൈറായവനല്ല, എന്നാലും നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ, നിങ്ങൾ എന്നെ ജയിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഞാൻ മുന്തിയ ആളായിട്ടല്ല, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. വലസ്തു ബിഖൈരിക്കും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഫഇൻ അഹ്സൻതു ഫഅതീഊനി, ഞാൻ നന്മ ചെയ്താൽ നിങ്ങൾ എന്നെ അനുസരിച്ചേക്കണം. വഇൻ അസഅതു ഫഖവ്വിമൂനി, ഞാൻ തിന്മ ചെയ്താൽ നിങ്ങൾ എന്നെ നേരെയാക്കണം. ആരാ പറയണത്? ഭരണാധികാരി പറയാ, ഞാൻ നല്ല നിലക്കാണെങ്കിൽ നിങ്ങൾ എന്നെ അംഗീകരിച്ചേക്കണം, ഞാൻ തെറ്റ് ചെയ്താൽ നിങ്ങൾ എനിക്കത് തിരുത്തി തരണം. അൽ ഖവിയ്യു ഫീകും ദഈഫുൻ ഹത്താ ആഖുദൽ ഹഖ് മിൻഹു, നിങ്ങളിൽ ഏത് ശക്തനാണെങ്കിലും അവനിൽ നിന്ന് ഇസ്ലാമിന്റെ അവകാശം ഞാൻ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. വല്ലഈഫു ഫീകും ഖവി ഹത്താ ആഖുദ ലഹുൽ ഹഖ, നിങ്ങളിൽ ദുർബലന്മാരായ ആളുകൾ പേടിക്കേണ്ട കേട്ടോ, നിങ്ങളുടെ അവകാശം ഞാൻ വാങ്ങിച്ചു തരും, നിങ്ങൾ പേടിക്കേണ്ടതില്ല. അത്വീഊനി മാ അത്അതുല്ലാഹ വറസൂലഹ്, ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്ന കാലത്തോളം നിങ്ങൾ എന്നെ അനുസരിച്ചേക്കണം. ഫഇൻ അസൈതുല്ലാഹ വറസൂലഹ്, ഞാൻ അല്ലാഹുവിനും അവന്റെ റസൂലിനും എതിര് ചെയ്താൽ ഫലാ തഅത ലി അലൈക്കും, നിങ്ങൾ എന്നെ അനുസരിക്കേണ്ടതില്ല. ആര് പറയാൻ?
അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹുമാ അധികാരം ഏറ്റെടുത്ത നേരത്ത് ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണിത്. അല്ലാഹുവിനെ ഞാൻ അനുസരിച്ചാൽ നിങ്ങൾ എന്നെ അനുസരിച്ചേക്കുക, ഞാൻ തെറ്റ് ചെയ്താൽ നിങ്ങൾ എന്നെ അനുസരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഭരണാധികാരി ഏറ്റവും നല്ല മാതൃകയാകേണ്ടവരാണ്. ഏറ്റവും നല്ല മാതൃക. അവർ അഴിമതിയിൽ കുളിക്കേണ്ടവരല്ല, അവര് സ്വജനപക്ഷപാതം ചെയ്യേണ്ടവരല്ല, അവർ അനീതിയുടെ കൂടെ നിൽക്കേണ്ടവരല്ല, അവര് തോന്നിവാസത്തിന് കൂടെ നിൽക്കേണ്ടവരല്ല. അവർ ഏറ്റവും നല്ല മാതൃക കാണിക്കണം. മാതൃക കാണിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് ഭരണാധികാരികൾ വിശ്വാസം ഉണ്ടാകൂ. അവരിൽ നന്മ വേണം. ഈ നന്മയുടെ സദാചാരത്തിന്റെ സർവ്വ പാഠങ്ങളും കാറ്റിൽ പറത്തിയുള്ള ഒരു ജീവിതത്തിനിടയിലാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ അനുയായികൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്ത് റസൂലിൽ നിന്ന് പഠിച്ചെടുത്ത അധികാരത്തിന്റെ പാഠങ്ങൾ നമ്മളോട് ചർച്ച ചെയ്യുന്നത്. അള്ളാഹു നമ്മുടെ സമൂഹത്തിൽ നീതി തരട്ടെ. അള്ളാഹു നമ്മുടെ സമൂഹത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ അവകാശങ്ങൾ കിട്ടുന്ന അവസ്ഥകൾ അള്ളാഹു തരട്ടെ. മനുഷ്യർക്ക് സ്വസ്ഥമായി സമാധാനപരമായി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം അള്ളാഹു നമ്മുടെ രാജ്യത്ത് വിശേഷിച്ചും മുസ്ലിം രാജ്യങ്ങളിലൊക്കെയും അള്ളാഹു തആല നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. ഒന്നെഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ آل سيدنا محمد وبارك وسلم عليه. ഒന്നുകൂടെ. اللهم صل على വബാരിക് വസല്ലിം അലൈഹി. അധികാരം ഏൽപ്പിക്കപ്പെടാൻ പോകുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണോ ഉമർ എന്നവരാണോ മുസ്ലിമീങ്ങളുടെ അമീറാവേണ്ടത്? മുത്തുനബി തങ്ങൾ വഫാത്തായി കിടക്കുകയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ശരീരം മറവ് ചെയ്യുന്നതിന്റെ മുമ്പേ മുസ്ലിമീങ്ങളുടെ അമീർ നിയമിക്കപ്പെടണമെന്ന സ്വഹാബത്തിന്റെ ഇജ്തിഹാദ്. അവരങ്ങനെ തീരുമാനിച്ചു. ഹബീബിന്റെ ശരീരം, ഭൗതിക ശരീരം മറവ് ചെയ്യാതെ 3 ദിവസം വെച്ചിട്ടുണ്ട് ഇസ്ലാമിന്റെ ഖലീഫയെ തെരഞ്ഞെടുക്കാൻ. പക്ഷേ ആ പുണ്യമേനിയിൽ നിന്ന് സുഗന്ധമല്ലാതെ മറ്റൊന്നും അടിച്ചു വീശിയിട്ടില്ലെന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങൾ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു, അബൂബക്കറെ എഴുന്നേൽക്കണം, കൈതരൂ അബൂബക്കറെ, നിങ്ങളാണ് ഞങ്ങളുടെ നേതാവ്, നിങ്ങൾക്കാണ് ഞാൻ ബൈഅത്ത് ചെയ്യുന്നത്, എന്റെ ആദ്യത്തെ വോട്ട് നിങ്ങൾക്കാണ്, അമീറുൽ മുഅ്മിനീൻ സിദ്ദീഖ് എന്നവരെ എഴുന്നേൽക്കണേ എന്ന് പറഞ്ഞ് കൈ കൊടുത്തപ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഉമറേ, മുസ്ലിമായതിന്റെ ശേഷം നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നതിന്റെ ശേഷം എന്തെങ്കിലും ഒരു അബദ്ധം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങൾ എന്റെ കൈപിടിച്ചു പറഞ്ഞതാണ് നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത അബദ്ധമെന്ന്. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് അങ്ങേയറ്റത്തെ വിനയവും താഴ്മയുമുള്ള അധികാരം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഓടുമായിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറേ, മുസ്ലിമായതിന്റെ ശേഷം നിങ്ങളിൽ ഞാൻ കാണുന്ന ഒരേ ഒരു അബദ്ധം, എന്നെ നേതാവായി നിങ്ങൾ തിരഞ്ഞെടുത്തതാണ്. ഉമറേ, നിങ്ങളല്ലയോ ആവേണ്ടത്, ഉമറേ, നിങ്ങളല്ലയോ ഞങ്ങളെ നയിക്കേണ്ടത്, ഉമറേ, നിങ്ങളല്ലയോ മനസ്സിന് കട്ടിയുള്ളവർ, നിങ്ങളല്ലയോ ഉമറേ ധീരതയുള്ളവര്, ഞാനല്ലല്ലോ ഉമറേ നിങ്ങളാ ഖലീഫയാ വേണ്ടത്, ഞാനല്ല എന്ന് തട്ടിമാറ്റുകയായിരുന്നു അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രായമായിരുന്നു, പേടിയായിരുന്നു. ഇത് ഉത്തരവാദിത്തമാണ്. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ചോദ്യം ചെയ്യപ്പെടും. അബൂദർ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുമായിരുന്നു, നബിയെ, മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രദേശത്ത് ആരെങ്കിലും നേതാവായോ അമീറായോ അങ്ങ് നിയമിക്കുമ്പോൾ അബൂദറിനെ മറന്നേക്കരുതേ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യാ അബൂദർ, അബൂദറേ, ഇത് നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. അൽ ഇമാറത്തു ഹസ്റത്തുൻ യൗമൽ ഖിയാമ, അധികാരം അത് വേണ്ട വിധത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതർഹമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, നജാമത്തുൻ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് വരുമ്പോൾ അത് സങ്കടത്തിന് കാരണമാവും. അബൂദറേ, നിങ്ങൾക്കത് വേണ്ട. ഇന്നകം റഉൻ ദഈഫ്, നിങ്ങൾ ദുർബലനാണ്, അതുകൊണ്ട് നിങ്ങൾ ഇതിന് ഒരുമ്പെടേണ്ട, നിങ്ങൾ ഇതിന് ഒരുമ്പെടേണ്ടതില്ലെന്ന് അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പച്ചയായി പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ്, ഉത്തരവാദിത്തമാണ്. അത് നിർവഹിച്ചാൽ എത്ര വലിയ കൂലിയാണ്, എത്ര വലിയ പ്രതിഫലമാണ്. സമൂഹത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീനായി അധികാരം ഏറ്റെടുത്തപ്പോ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, മാ ഖൗലുക്കും ലൗ അന്ന അമീറുൽ മുഅ്മിനീൻ ഷാഹദ ഇംറഅതൻ അലാ മഅസിയ. ഉമർ എന്നവരെ മുസ്ലിമീങ്ങളുടെ നേതാവായിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണ് വ്യഭിചാരം ചെയ്യുന്നത് ഉമർ എന്നവർ കണ്ണുകൊണ്ട് കണ്ടാൽ, അതക്ഫി ഷഹാദതുഹു ഫീ ഇഖാമത്തിൽ ഹജ്ജ് അലൈഹാ, ആ പെണ്ണ് വ്യഭിചരിച്ചു എന്ന് വിളിച്ചു പറഞ്ഞാൽ
4 സാക്ഷികളെ വിസ്തരിക്കേണ്ടതിന് പകരം മുസ്ലിമീങ്ങളുടെ ഉത്തരവാദപ്പെട്ട നേതാവ് എന്ന നിലക്ക് ഞാൻ സാക്ഷി പറഞ്ഞാൽ അമീറുൽ മുഅ്മിനീൻ എന്ന ഒരു വ്യക്തിയുടെ സാക്ഷിത്വം ഈ വിഷയത്തിൽ മതിയാകുമോ ഇല്ലയോ? ഉമർ തങ്ങളുടെ ചോദ്യം ഇങ്ങനെ. ഔ യഅ്തു ബിഅർബഅതി ശുഹദാ, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, വല്ലദീന യർമൂനൽ മുഹ്സനാത്ത്, പതിവ്രതകളായ പെണ്ണുങ്ങളെ സംബന്ധിച്ച് ചാരിത്ര ശുദ്ധി നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾ, അവര് സാക്ഷിയെ കൊണ്ടുവരണം, സാക്ഷികളെ കൊണ്ടുവരണം, 4 സാക്ഷികളെ വിസ്തരിക്കണം. ലൗലാ ഇദ് സമിഅ്തുമൂഹു ളന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين لولا جاءوا عليه بأربعة شهداء فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വ്യഭിചാര ആരോപണം ഉന്നയിക്കുമ്പോൾ ശ്രദ്ധിക്കണം. 4 സാക്ഷികൾ പച്ചയിൽ വ്യഭിചാരമെന്ന സംഗതി എന്തോ അത് കണ്ണുകൊണ്ട് കണ്ടെങ്കിൽ മാത്രം വീഡിയോ ഒരാളുടെ സാക്ഷിക്ക് തെളിവാവുകയുള്ളൂ എന്നാണ് ഉലമാഇന്റെ മതം. 4 സാക്ഷികൾ കണ്ണിൽ കാണണം. 4 സാക്ഷികൾ കണ്ണിൽ കണ്ടാലല്ലാതെ ഒരു വ്യഭിചാര ആരോപണം ഉന്നയിക്കാൻ പാടില്ല. 2 പേര് പച്ചയിൽ കണ്ടിട്ടുണ്ട്, വിളിച്ചു പറയാൻ പാടില്ല. 80 അടിയടിക്കപ്പെടും വ്യഭിചാര ആരോപണത്തിന്റെ ശിക്ഷ. 3 ആള് പറഞ്ഞു, മിണ്ടാൻ പാടില്ല. 4 പേരും കള്ളുകുടിയന്മാരാ, മിണ്ടാണ്ടിരിക്കണം, കാരണം അവർക്ക് അടി കിട്ടും. സത്യസന്ധന്മാരായ 4 പേർ, സത്യസന്ധതയുള്ളവർ, നിസ്കരിക്കുന്നവർ, നോമ്പ് നോൽക്കുന്നവർ, അങ്ങനത്തെ 4 പേർ പച്ചയിൽ വ്യഭിചാരം കണ്ടെങ്കിലേ അവർക്ക് വ്യഭിചാരത്തിന്റെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റൂ. ഉമർ തങ്ങളുടെ ചോദ്യം എന്താണ്? ഞാൻ നിങ്ങളുടെ നേതാവാണല്ലോ, നിങ്ങളുടെ ഭരണാധികാരിയാണല്ലോ, ഞാനിങ്ങനെ മദീന റോന്ത് ചുറ്റുന്ന സമയത്തെങ്ങാനും എന്തെങ്കിലും ഒരു തിന്മ കണ്ടാൽ, ഒരു പെണ്ണൊരു തിന്മയിലാണെന്ന് കണ്ടാൽ അതിന് 4 സാക്ഷികളെ കൊണ്ടുവരാതെ ഉമറിന്റെ 2 കണ്ണുകളെ കൊണ്ട് കണ്ടു തന്നെ മതിയാകുമോ? ഞാൻ നിങ്ങളുടെ അമീറുൽ മുഅ്മിനീനല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് മഹാനായ ഇസ്ലാമിന്റെ പുലിക്കുട്ടിയുടെ മറുപടി വന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യഅതി ബിഅർബഅതി ശുഹദാ, 4 സാക്ഷികളെ കൊണ്ടുവരണം ഉമറേ. ഔ യുജ്ലദു ഹദ്ദൽ ഖദ്ഫി, വ്യഭിചാര ആരോപണത്തിന്റെ ശിക്ഷ കിട്ടുമല്ലെങ്കിൽ ശഅനുഹു ഫീ ദാലിക ശഅനുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ പൊതുജനങ്ങളുടെ അവസ്ഥ എന്താണോ അത് തന്നെയാണ് ഇസ്ലാമിന്റെ അമീറിന്റെയും അവസ്ഥ. നിയമം നിയമമാണ്. നേതാവിനും പ്രജക്കും തൊഴിലാളിക്കും മുതലാളിക്കും പണ്ഡിതനും വിവരമില്ലാത്തവനും ശറഅന്റെ നിയമം ഒന്ന് തന്നെയാണ്, മാറ്റമില്ല. അമീറുൽ മുഅ്മിനീനാണെന്ന് വിചാരിച്ച് നിങ്ങളെ മാത്രം സാക്ഷി പറഞ്ഞാൽ വിഷയം തെളിയിക്കാൻ പറ്റില്ല. വ്യഭിചാരത്തിന്റെ ആരോപണത്തിന്റെ ശിക്ഷ ലഭിച്ചേക്കും. ആരായി പറയുന്നത്? ആരോടായി പറയുന്നത്? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്രയാണ് ഭരണകൂടങ്ങൾ കീഴടക്കിയത്. ആ മഹാനോട് പറയാം, ഉമറേ, നിയമം നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരുപോലെയാണ്, നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരുപോലെയാണ്. ഒരു നേതാവിനെ ആരെങ്കിലും നിങ്ങളുടെ നേതൃസ്ഥാനത്തേക്ക് വന്നാൽ നിങ്ങൾ അയാളെ അനുസരിച്ചേക്കണേ എന്ന് മുത്തുനബി പറയാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നിങ്ങളുടെ പരിപൂർണമായ അനുസരണ കൊടുക്കണം, നിങ്ങളുടെ ഭരണാധികാരികളെ അനുസരിച്ചേക്കണം. وَإِن تَأَمَّرَ عَلَيْكُمْ عَبْدٌ حَبَشِيٌّ كَأَنَّ رَأْسَهُ عِنَبٌ طَافِيَةٌ, നിങ്ങളുടെ ഭരണാധികാരി ഒരു എത്യോപ്യക്കാരനായ അടിമയാണെന്ന് വിചാരിക്കുക. അയാളുടെ തല എങ്ങനെയുണ്ട്? മുന്തിരി തെറിച്ചു നിൽക്കുന്ന പോലെ ഇടുങ്ങിയ കഴുത്തും വലിയ തലയുമുള്ള ഒരാളാണെന്നിരിക്കട്ടെ, കാണാൻ ഭംഗിയില്ലാത്ത ആളാണെന്നിരിക്കട്ടെ. നിങ്ങൾ തിരഞ്ഞെടുത്ത ആൾ ഇങ്ങനത്തെ ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ അവരനുസരിച്ചേക്കണമേ. സമഅൻ വതആഅ, നിങ്ങൾ അനുസരിച്ചേക്കണം. ശറഅന്റെ നിയമം അതാണ്. ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ കേട്ടിരിക്കും, സ്വഹാബികളിൽ പ്രമുഖനാണ്. പക്ഷേ കാന അസ്വദൽ ലൗൻ, തൊലി കറുപ്പ് നിറമായിരുന്നു ഉബാദത്ത് റളിയല്ലാഹു അൻഹു. മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു റോമിന്റെ ഭരണാധികാരിയായിരുന്ന മുഖൗഖിസ് രാജാവിന്റെ, ഈജിപ്തിലെ പാട്രിയാർക്കീസ് ആയിരുന്ന മുഖൗഖിസിനെ കാണാൻ വേണ്ടി പറഞ്ഞയച്ച സംഘത്തിലുണ്ട് മഹാനായ നേതാവ് ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു. ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു, ഉബാദത്ത് ബിൻ സ്വാമിത് എന്നവർ മുഖൗഖിസ് എന്ന് പറയുന്ന ഭരണാധികാരിയോട് സംസാരിക്കാൻ നിന്നപ്പോ മുഖൗഖിസ് പറഞ്ഞു, ഈ കറുത്ത ആളല്ലാതെ നിങ്ങളിൽ വേറെ നേതാവില്ലയോ?
നിങ്ങൾക്ക് കാണാൻ കൊള്ളാവുന്ന ആരുമില്ലേ നേതാവായിട്ട് എന്ന് ചോദിച്ചപ്പോഴാണ് മുസ്ലിമീങ്ങൾ ഒന്നാകെ കൊടുത്ത മറുപടി, ഞങ്ങളിൽ ഏറ്റവും നല്ല വിവരവും ഏറ്റവും നല്ല കാഴ്ചപ്പാടുമുള്ള ആള് ഈ മനുഷ്യനാണ്, ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളിൽ ഏറ്റവും നല്ലവരാണിവർ. ആ മഹാന് ഞങ്ങളുടെ മേൽ അമീറായി നിർണയിച്ചിരിക്കുന്നത് ഞങ്ങളുടെ അമീറായ അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ട് ഇബാദത്ത് ഇബ്നു സ്വാമിത്ത് എന്ന ഞങ്ങളുടെ നേതാവിനെ മാറ്റുന്ന പ്രശ്നമില്ല. നിങ്ങൾക്ക് പറ്റുമോ? കേൾക്കാം, ഇല്ലെങ്കിൽ ഞങ്ങൾ പോവുകയാണ്. മുഖൗഖിസ് രാജാവ് അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു, വെളുത്ത ശരീരമുള്ള സ്വഹാബാക്കൾക്കിടയിൽ കറുത്ത നിറമുള്ള ഇബാദത്ത് ഇബ്നു സ്വാമിത്ത് ഏറ്റവും ഖൈറായവരോ, ഇതെന്തു മതം? ഇസ്ലാം ഇത്രയും ഭയങ്കരമോ? നേതാവിനെ ഇത്രക്ക് അംഗീകരിക്കുന്നവർ തൊലിനിറം അവിടെ പ്രശ്നമല്ല, ജാതി അവിടെ പ്രശ്നമല്ല, അവരുടെ ഭാഷ വ്യത്യാസങ്ങൾ അവിടെ പ്രശ്നമല്ല, ജില്ലകൾ പ്രശ്നമല്ല. അവരുടെ ഇസ്ലാം എന്ന ഒരൊറ്റ കുടക്കീഴക്ക് കീഴിൽ അവർക്ക് ഇത്രയും നല്ല കാഴ്ചപ്പാടുകൾ. മുസ്ലിമീങ്ങൾ അവരുടെ നേതാവിനെ ഇത്രക്ക് സ്നേഹിക്കുന്നവരോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ആജ്ഞകൾ ഇത്രക്ക് അനുസരിക്കുന്നവരോ. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇതാണ്, നോ റൈസിസം. അവിടെ കളറിന് പ്രസക്തിയില്ല, ജാതി ചിന്തകൾക്ക് പ്രസക്തിയില്ല. ഇത്രയും മനോഹരമോ ഇസ്ലാം? മുഖൗഖിസ് മൂക്കത്ത് വിരൽ വെച്ച് പോയിട്ടുണ്ട്. ഇബാദത്ത് ഇബ്നു സ്വാമിത്ത് എന്നവരെ മാറ്റി നിർത്തിയാൽ എത്രയോ സ്വഹാബികൾ, പ്രമുഖന്മാരും പ്രമാണിമാരും ആ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ പറഞ്ഞു, ഈ കറുത്ത സ്വഹാബി ഇവര് തന്നെയാണ് ഞങ്ങളുടെ നേതാവ്, ഞങ്ങളിൽ ഖൈറായവർ, ഏറ്റവും നല്ല ഇൽമുള്ളവർ, നല്ല കാഴ്ചപ്പാടുള്ളവർ ഈ നേതാവാണ്. കഴിഞ്ഞു. പിന്നെ അല്ലാഹുവിന്റെ റസൂലാ പറയുമായിരുന്നത്, നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമേ, മുസ്ലിമീങ്ങളുടെ ശബ്ദം ഒന്നാകണമേ, വിഭിന്ന സ്വരത്തിലേക്ക് പോവരുതേ, നിങ്ങൾ ഒരുപാട് ജാതികളും ഉപജാതികളുമായി ചിന്ന ഭിന്നമായി പോവല്ലേ, നിങ്ങൾ ഒന്നായി നിൽക്കണമേ. ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, അധികാരത്തിന്റെ മുമ്പിൽ അധികാരത്തിന്റെ അഭംഗു ഉപയോഗിച്ചുകൊണ്ട് അക്രമം ഇസ്ലാം അനുവദിക്കുകയില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പാടുള്ളതല്ല. ആര് വിചാരിച്ച്? അള്ളാഹുവിനെ വിചാരിച്ച്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് വരുന്നുണ്ട് ജബലത്ത് ഇബ്നു ഐഹം എന്ന് പറയുന്ന ആൾ. ഗസാസിന ഭരണാധികാരികളിൽപ്പെട്ട ആളാണിത്. ഇന്നത്തെ സൗദി അറേബ്യയുടെ നോർത്ത് വെസ്റ്റിലങ്ങ് മേലോട്ട് ജോർഡാനിന്റെ ഭാഗത്ത് താമസിച്ചിരുന്ന അറബ് ഗോത്രങ്ങളാണ് ഗസാസിന. അവരുടെ നേതാവാണ് ജബലത്ത് ഇബ്നു ഐഹം. അദ്ദേഹം മദീനയിലേക്ക് വരുന്നു. എങ്ങനെയാ വന്നത്? യൂണിഫോം ധരിച്ച 500ഓളം കുതിരപ്പടയാളികളുമായി, ഒരേ നിറത്തിലുള്ള കുതിരകൾ, 500ഓളം ആളുകൾക്ക് ഒരേ തരത്തിലുള്ള ഡ്രസ്സ്, ഇതൊക്കെ അണിഞ്ഞുകൊണ്ടാ വരുന്നത്. അദ്ദേഹം എന്ന മുസ്ലിമല്ല. മദീനയിലേക്ക് വന്നു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് ഭരണാധികാരി. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഉമറേ, ഇസ്ലാം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു, ഞാൻ മുസ്ലിം ആവുകയാണ്. അതെയോ ജബല, യു ആർ മോസ്റ്റ് വെൽക്കം, ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം റളിയല്ലാഹു അൻഹു. ഞാൻ എന്ത് ചെയ്യണം? ഇഷ്ഹദ്, നിങ്ങൾ ഷഹാദ ചൊല്ലിയേക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ ജബല മുസ്ലിമായി. പക്ഷേ ഈ ഇസ്ലാം നൈമിഷിക നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുന്നു. ഉമർ തങ്ങൾ ചോദിച്ചു, ജബല ഹജ്ജിന് പോരുന്നോ? ആ, ഞാനും വരുന്നു. ഹജ്ജിന് പോകാം. മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് പോകുന്നു. മക്കയിലെത്തി ജബലയുടെ കൂടെ പരിവാരങ്ങളുണ്ട്. നേതാവായിട്ട് വന്ന ആളാണ്, രാജാവായി ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. കഅബം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ തിക്കും തിരക്കും കാണുമല്ലോ, പാവപ്പെട്ടവരും വൃദ്ധരും അവശരായ ആളുകളും ഒക്കെ കാണുമല്ലോ. കഅബം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിലേക്ക് ഇന്നലെ വന്ന ജബലക്കറിയില്ല ഇസ്ലാം നൽകുന്ന ഏകത്വം എത്രയാണ്, ഇസ്ലാമിലെ സഹോദര്യബോധം എത്രയാണെന്ന് ജബലക്കറിയില്ല. ജബലയും കൂടെയുള്ള ആളുകളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ മുസ്ലിമീങ്ങളിലെ പാവപ്പെട്ട ഒരാൾ ജബലയുടെ ചവിട്ടി. ജബലത്ത് ഇബ്നു ഐഹം തിരിഞ്ഞു നോക്കിയതുള്ള ഒരടി വെച്ചു കൊടുത്തു ആ സ്വഹാബിക്ക്. മുഖത്ത് മുറിവ് വന്ന സ്വഹാബി ഓടുകയാണ്. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ